بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സ്നേഹമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, പരിസരങ്ങളിൽ നിന്ന് നല്ല മനസ്സോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമെല്ലാം പോരായ്മകളും വീഴ്ചകളും പരിഹരിച്ച് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്ഹാബ് ബദറിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മജ്ലിസ് അഹ്ലു ബദർ നോക്കുന്ന, അവരിഷ്ടപ്പെടുന്ന ഒരു സംരംഭമാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ നന്മയുടെ പ്രതിഫലം നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ദീനി പ്രവർത്തകരിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവരുടെ ആത്മാവുകളിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ നല്ല ഒരു മജ്ലിസ് നാളെ ഇവിടെ നടക്കാനിരിക്കുന്നു. വന്യരായ സയ്യിദ് അവറുകളുടെ ദുആഉം അതിന്റെ മുന്നോടിയായി ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫിയുടെ വഅളും, അങ്ങനെ ഒരു പരിപാടി നാളെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറഞ്ഞ സമയം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കാവട്ടെ. സഹോദരന്മാരെ, പഴയ കാലത്തെ അപേക്ഷിച്ച് വിശുദ്ധമായ ദീന് പഠിക്കുവാൻ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇന്ന് ഏറെയാണ്. സ്വന്തം വീട്ടിലിരുന്നാൽ തന്നെ എല്ലാ നിലക്കുള്ള വഅള് കേൾക്കാനും എല്ലാം പഠിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം, ഒരു പുരോഗതി ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഈ ഒരു രംഗത്തു മാത്രമല്ല എന്നത് നമുക്കൊക്കെ അറിയാം. അതിലപ്പുറം മനുഷ്യൻ ഒരു കാലത്ത് ഊഹിക്കുക പോലും ചെയ്യാത്ത, വളരെയേറെ വിദൂരമായി മനുഷ്യൻ കണക്കാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പ്രയാസമില്ലാതെ നടക്കുന്നു, നടത്തിക്കൊണ്ടുപോകുന്നു. പക്ഷേ എല്ലാ സൗകര്യങ്ങളിലും എല്ലാ പുരോഗതിയിലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ നീക്കങ്ങളുമാണ് നമ്മുടെ മദ്രസയിൽ നിന്നും ദീനീ സംഘടനകളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു നല്ല താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു അതങ്ങനെ തന്നെ സന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ദേശീയ തലത്തിലോ അല്ലെങ്കിൽ ആഗോള തലത്തിലോ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെയും നിങ്ങളുടെയും ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഓരോ ചുറ്റുപാട് പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രം വായിച്ച എല്ലാവരും, വളരെ ചെറിയ കുട്ടികൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് വമ്പൻ കളവ് നടത്തിയ റിപ്പോർട്ട് അറിഞ്ഞിട്ടുണ്ടാകും. പലരെയും ഞെട്ടിക്കുന്ന രൂപത്തിൽ, പലരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ 18ഉം 19ഉം കൂടിയാൽ 23 വയസ്സ് വരെ ആയ
ചെറുപ്പക്കാർ ചെയ്ത വലിയ വലിയ ഓപ്പറേഷനുകൾ പോലീസുകാരും അതേപോലെ തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷണ വിദഗ്ധർ വരെ ഉമ്മത്തിനെയുമൊക്കെ നന്മയിലേക്ക് നിലനിർത്തി സംരക്ഷിച്ചു തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് പരിശോധിക്കുമ്പോ ഇത് ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഒരു നിലക്ക് പറയുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഇതേപോലത്തെ ധാരാളം വേണ്ടാത്തരങ്ങൾ ചെയ്തിരുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ കഥ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായിരുന്ന ഹാബീൽ ഖാബീൽ എന്നിവരുടെ ചരിത്രം അറിയുന്നവരാണ് നമ്മൾ. ഹാബീൽ എന്നവരെ കൊലപ്പെടുത്തിയത് സ്വന്തം സഹോദരനായ ഖാബീലാണ് എന്ന് നമുക്കറിയാം. എല്ലാം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകൃതിയിൽ പരമായി ഉണ്ടാകുന്ന അസൂയയും അതേപോലെ തന്നെ വിഷയങ്ങളിൽ നിന്നും അതിന്റെ പരിണിതിയായി അനുഭവിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പ് കൊണ്ട് ആവശ്യപ്പെടുന്ന റബ്ബ് നിശ്ചയിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വളരെ വലിയ ഒരു കാര്യമുണ്ട്. അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്. ആ ഇബാദത്തിന് വേണ്ടി സമയം നീക്കുക എന്നതാണ് മുഅ്മിനായ മനുഷ്യനോട് വിശേഷിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആമുഖമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ ചുറ്റുവട്ടവും വർത്തമാന സാഹചര്യവും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആഗോളതലത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി നാട്ടു ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നമ്മുടെ പരിസരത്ത് നിന്ന് മറന്ന് പറന്നകലാൻ വേണ്ടിയല്ല, മറിച്ച് വിചാരങ്ങൾ വരേണ്ടത് എന്റെയും നിങ്ങളുടെയും അടുക്കളയിൽ നിന്നാണ്. നല്ല ചിന്തകൾക്ക് തുടക്കമുണ്ടാകേണ്ടത് നമ്മുടെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ നിന്നാണ്, നമ്മുടെ വീട്ടിലെ തീന്മേശയിൽ നിന്നാണ് നല്ല വിചാരങ്ങളും നല്ല നീക്കങ്ങളും ഉണ്ടാകേണ്ടത്. ഒരു കുടുംബം നന്നായാൽ ആ കുടുംബത്തിൽ സന്തോഷമാണ്. ആ കുടുംബത്തെ മാതൃകയാക്കി അയൽപ്പക്കത്തുകാർ നന്മയിലേക്ക് വന്നാൽ അങ്ങനെയാണ് സമൂഹത്തിന്റെ നന്മ. അല്ലാഹു അങ്ങനെ ഉത്തമ സമുദായത്തെ വാർത്തെടുക്കാനാകുന്ന ശ്രമങ്ങൾ നടത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് കാരണമാകുന്ന ഒരു സംരംഭമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കലും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ അതുപോലെ ഒരു സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതെന്തും താല്പര്യത്തോടുകൂടെ കേൾക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സ്വഹാബ. ആ സമയത്താണ് ഹദീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അഅറാബി അഥവാ ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ മസ്ജിദുൻ നബവിയിലേക്ക് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ